അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. മാ അൻത ബിനിഅ്മതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ധർമ്മനിഷ്ഠമായ ജീവിതം നയിച്ച് ദൈവപ്രീതി കരസ്ഥമാക്കുന്നവരിൽ ഉൾപ്പെടണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ പ്രവാചകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് നാം നടത്തിയ പരാമർശങ്ങൾ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് രണ്ട് വസ്തുതകൾക്കുള്ള അടയാളമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, നമ്മുടെ പണ്ഡിത പുരോഹിതന്മാർക്ക് അവിഷയത്തിൽ സമൂഹത്തോട് പറയാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്ന ചരിത്ര വസ്തുതകൾക്കുണ്ട് എന്നുള്ളതാണത്. രണ്ടാമത്തത്, അവർ മുന്നോട്ട് വെക്കുന്ന ചരിത്ര വസ്തുതകൾ സമൂഹത്തിന് മുൻപാകെ പറഞ്ഞാൽ പ്രവാചകനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരവസ്ഥ വീണ്ടും സംജാതമാകും എന്നുള്ളതും ഇത് ചർച്ചയ്ക്കെടുക്കാതിരിക്കാൻ കാരണമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ പ്രവാചക ജീവിതവുമായി ബന്ധപ്പെട്ട്, പ്രവാചകൻ്റെ കുടുംബജീവിതവുമായി, വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലം ഇവർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ നിശ്ചിതമായ സ്വഭാവത്തിൽ നാം വിമർശിക്കുകയും അതല്ല സത്യം എന്ന് പറയുകയും ചെയ്തിട്ട് അതിനു നേരെ തിരിയാതിരിക്കുകയും അതിനു നേരെ കണ്ണടക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇക്കാരണങ്ങൾ കൊണ്ടല്ലാതെ മറ്റൊന്നാകാൻ തരമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ ഖദീജ ബീവിയും മാരിയ ബീവിയുമല്ലാത്ത മറ്റ് ഭാര്യമാർ പ്രവാചകന് ഉണ്ടായിരുന്നില്ല എന്നും ഭാര്യമാരെന്ന് വിശേഷിപ്പിക്കുന്നവരെല്ലാം പ്രവാചകൻ്റെ ശിഷ്യകളായിരുന്നു എന്നും അവർ പ്രവാചകനോടൊപ്പം ജീവിച്ച് പ്രവാചകനിൽ നിന്ന് ജ്ഞാനം കരസ്ഥമാക്കി ലോകത്തിന് പ്രസരിപ്പിക്കുന്നവരായിരുന്നു എന്നുമാണ് നാം പറഞ്ഞത്. ഇത് പറഞ്ഞപ്പോൾ ചില സഹോദരങ്ങൾക്ക് സംശയമുണ്ടായി. അപ്പോൾ കുറച്ച് മുമ്പ് മൗലവിയല്ലേ പറഞ്ഞത് ആയിഷ ബീവിയുടെ പ്രായം 6 അല്ല 18 എന്ന് പറഞ്ഞിരുന്നല്ലോ.
അങ്ങനെ ഒരു ഖുത്ബയും നിർവഹിച്ചിരുന്നല്ലോ. ചില ഇൻ്റർവ്യൂകളിലും അത് പറഞ്ഞിരുന്നു. അങ്ങനെ വന്നപ്പോൾ ആയിഷ ബീവിയുടെ പ്രായം 6 അല്ല 18 എന്ന് പറയുമ്പോൾ ആയിഷ ബീവി ഭാര്യയാണെന്നല്ലേ വരുന്നത്. ഇപ്പോഴാകട്ടെ പറയുന്നു ആയിഷ ബീവി പ്രവാചകൻ്റെ ശിഷ്യയാണ്, ഭാര്യയല്ല എന്ന്. ഇത് വൈരുദ്ധ്യമല്ലേ എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടായേക്കാം. അതുപോലെ അകമ്പൊരുളിൽ, ഖുർആൻ അകമ്പൊരുളിൽ പ്രവാചകൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് എഴുതിയിടത്തും പ്രവാചക പത്നിമാർ ഭാര്യമാരല്ലെന്നും അവർക്ക് പ്രവാചകൻ ഒരു ഹോണററി ബഹുമാന്യമായ ഒരു പദവി നൽകുകയായിരുന്നുവെന്നും എഴുതിയിട്ടുണ്ട്. അവിടെ നാം വേണ്ടത്ര കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല, ഇങ്ങനെ ഒരു പരാമർശം നടത്തിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഒന്നുകൂടി ഇതിനൊരു ക്ലാരിറ്റി വേണം എന്ന് ചില സഹോദരങ്ങൾ പറഞ്ഞു. ആയിഷ ബീവിയെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് പ്രവാചകനെക്കുറിച്ച് ഇവർ എഴുതി വെച്ച ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോകണം. എത്ര ഭീകരമാണ് ഇവർ എഴുതി വെച്ച ചരിത്രം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണത്. മുആവിയയും സംഘവും പ്രവാചകനെ കാമഭ്രാന്തനും യുദ്ധപ്രഭുവും കൊള്ളരുതാത്തയാളുമാക്കി മാറ്റുന്നതിന് വേണ്ടി ഏതൊക്കെ വിധം കൈക്രിയകളാണ് ചരിത്രത്തിൽ വരുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോഴേ ഈ വിവാഹ മാമാങ്കങ്ങളുടെ പിന്നിലുള്ള അജണ്ടകളെ കുറിച്ച് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ മദീനയിലെത്തുന്നത് വരെ വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് ഇവരാരും രേഖപ്പെടുത്തിയിട്ടില്ല. നുബുവത്ത് കിട്ടിയിട്ട് 13 കൊല്ലം മക്കയിൽ പ്രവാചകൻ ജീവിച്ചു. അഥവാ 53 വയസ്സ് വരെ മക്കയിൽ ജീവിച്ചു. ആ കാലഘട്ടത്തിൽ മുഹമ്മദ് നബി ഒരു ഭാര്യയെ മാത്രം കല്യാണം കഴിച്ച് കൂടെ ജീവിച്ചയാളാണ്. യുദ്ധമോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം വളരെ സ്മൂത്തായി കൂളായിട്ട് പോയിരുന്നു. മദീനയിൽ വന്നതോടുകൂടി പ്രവാചകൻ്റെ ചിത്രവും സ്വഭാവവും മൊത്തം മാറുകയാണ്. 10 കൊല്ലമാണ് മദീനയിൽ പ്രവാചകൻ ജീവിച്ചത്. ഈ 10 കൊല്ലത്തിനിടയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പ്രഭാഷണം കേൾക്കുന്ന, ഈ ഖുതുബ കേൾക്കുന്ന, ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നവരും ഇനി ഓൺലൈനിലൂടെ കേൾക്കുന്നവരുമെല്ലാം ആലോചിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. 10 വർഷം കൊണ്ട് മുഹമ്മദ് നബി ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൃത്യമായ കാലഗണന വെച്ചുകൊണ്ട് മണിക്കൂറുകൾ കൂട്ടിക്കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി ആദ്യത്തെ ഒരു വർഷം അവിടെ ഇവരുടെ പുനരധിവാസം, മക്കയിൽ നിന്ന് പോയ ആളുകളുടെ പുനരധിവാസം. ആയിരക്കണക്കിന് ആളുകൾ മക്കയിൽ നിന്ന് പോയി. അവർക്ക് വീടില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, അവർക്ക് ഒന്നുമില്ലാതെ പോയവരാണല്ലോ അവർ. അപ്പോൾ ഇത്രയും ആളുകളെ റീഹാബിലിറ്റി ചെയ്യണം, അവരെ പുനരധിവസിപ്പിക്കണം. അവർക്ക് വീട് വേണം, അവർക്ക് തൊഴിൽ വേണം, അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള വിഭവങ്ങൾ വേണം, അവർക്ക് കല്യാണം കഴിക്കാത്ത ആളുകളെ കല്യാണം കഴിപ്പിക്കണം, രോഗികളെ ചികിത്സിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പ്രവാചകൻ്റെ ബാധ്യതയാണ്. മദീനയിലോട്ട് ഒന്നിച്ചങ്ങ് പോവുകയായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിലാണ് ആദ്യത്തെ ഒരു വർഷം ഒഴുകിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ വർഷമാണ് മസ്ജിദ് ഖുബ പണിയുന്നത്. മസ്ജിദ് ഖുബ എന്ന് പറയുന്നത് ഈ ആളുകൾക്കുള്ള താൽക്കാലികമായ ഒരു അഭയകേന്ദ്രം കൂടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രവാചകന് നിന്ന് തിരിയാൻ നേരമില്ലെന്ന് നമുക്ക് ഉറപ്പല്ലേ? കാരണം ഇത്രയും ആളുകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയല്ലേ, പ്രവാചകനെ എനിക്ക് കടക്കാൻ വീടില്ല, ഉടുക്കാൻ തുണിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യണം. അടുത്ത വർഷം മുതലാണ് ഇവരുടെ ഈ കൈക്രിയ ആരംഭിക്കുന്നത്. അവസാനത്തെ ഒരു വർഷം ഹജ്ജും കാര്യങ്ങളുമായിട്ട് അങ്ങനെയും പോയി കേട്ടോ. ബാക്കി 8 വർഷമാണ്. ഈ 8 വർഷത്തിനുള്ളിൽ എന്തൊക്കെ നബി ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്? 27 മഹായുദ്ധങ്ങൾ. ഓർത്തു നോക്കണം, 27 ഗസ്വത്തുകൾ, അതായത് പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾ 27. ഇത് താരീഖ് തബ്രിയിലുണ്ട്, സീറ ഇബ്നു ഇസ്ഹാഖിലുണ്ട്, സീറ ഇബ്നു ഹിഷാമിലുണ്ട്, മറ്റ് സീറകളിലെല്ലാം ഉണ്ട്. പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾ 27.
ഇവരെഴുതി വച്ചിരിക്കുകയാണ്. 8 വർഷം കൊണ്ട് 27 യുദ്ധങ്ങൾ നേരിട്ട് പ്രവാചകൻ പങ്കെടുക്കണമെങ്കിൽ 1 വർഷം ചുരുങ്ങിയത് 4 യുദ്ധങ്ങളെങ്കിലും നടക്കണം. 3 എന്തായാലും നടക്കണം. ഇരിക്കട്ടെ, കഴിഞ്ഞോ? ഇല്ല. പിന്നെയോ സരിയത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ നേരിട്ട് പങ്കെടുക്കാതെ എന്നാൽ പ്രവാചകൻ സൈനിക ശേഖരം നടത്തി പറഞ്ഞയച്ച യുദ്ധങ്ങൾ 20. അപ്പോൾ മൊത്തം 47 യുദ്ധങ്ങൾ. 8 വർഷം കൊണ്ട് 47 യുദ്ധങ്ങൾ നയിച്ചു പ്രവാചകൻ എന്ന് എഴുതി വച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യന് സാധ്യമാണോ ഇത്? ഇത്രയും കാലം ഒന്നുമില്ലാതെ മക്കയിൽ ജീവിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ച് മദീനയിൽ എത്തിയതിനു ശേഷം 47 യുദ്ധങ്ങൾ നയിച്ചു, 47 യുദ്ധങ്ങൾക്ക് സൈനികരെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ പ്രവാചകന് മറ്റെന്തെങ്കിലും ഒരു പണി നടന്നിട്ടുണ്ടാവോ? ഒരു യുദ്ധം എന്ന് പറയുന്നത് പ്രവാചകന് കൃത്യമായിട്ട് സൈനിക ശേഖരമൊന്നുമില്ല, സൈനിക വ്യൂഹം ഇല്ല, അപ്പം ഉണ്ടാക്കലാണ്. എവിടെയെങ്കിലും പോകണമെങ്കിൽ അവിടെ ആ സമയത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവരെയൊക്കെ തട്ടിക്കൂട്ടി വിളിച്ച് ഇവർക്ക് പരിശീലനം കൊടുക്കണം. ആയുധം വേണം. ഈ ഒരു യുദ്ധത്തിന് പോവുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ ആസൂത്രണം ഉണ്ടാവണമല്ലോ. പോയിട്ട് വാടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കാൻ പറ്റുമോ? ആ ആസൂത്രണങ്ങൾ അപ്പോൾ എത്ര മാസങ്ങൾ പിടിക്കും, എത്ര കാലം പിടിക്കും? അപ്പം 47 യുദ്ധങ്ങൾക്ക് എത്ര മാസം വേണ്ടി വരും അതിൻ്റെ ഒരുക്കത്തിന്, അതിനെ സജ്ജീകരിക്കാൻ, അതിനെ പറഞ്ഞേക്കാൻ? കള്ളം എഴുതി വെക്കുമ്പോൾ കാലഗണന ഇവർ ഓർത്തില്ല. ഈ രാജാക്കന്മാരുടെ, മുആവിയ അടക്കമുള്ള രാജാക്കന്മാരുടെ യുദ്ധ താല്പര്യങ്ങൾക്ക്, സാമ്രാജ്യത്വ മോഹങ്ങൾക്ക് കടന്നു കയറാനുള്ള അവരുടെ ആർത്തിക്ക്, പിടിച്ചടക്കാനുള്ള അവരുടെ ആശയ്ക്ക് പ്രവാചകനെ കരുവാക്കുകയായിരുന്നു. പ്രവാചകൻ ഒരു യുദ്ധപ്രഭുവാണ് എന്ന് വരുത്തി തീർക്കണം. 47 യുദ്ധങ്ങൾ നയിച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണ് സമാധാനത്തിന്റെ പ്രവാചകനാവുക? ഇതൊന്നും ആലോചിച്ചാൽ മതി. സമാധാനത്തിന്റെ ദൂതനാകുന്നത് എങ്ങനെയാണ്? 47 യുദ്ധങ്ങൾ നയിച്ച ലോകത്ത് മറ്റൊരു വ്യക്തിയെ കാണിച്ചു തരാൻ പറ്റുമോ? അലക്സാണ്ടർ നയിച്ചിട്ടുണ്ടോ? ലോകം വെട്ടിപ്പിടിച്ച അലക്സാണ്ടർക്ക് പോലും ഇല്ലാത്ത ഒരു റെക്കോർഡല്ലേ പ്രവാചകന്റെ മേൽ ഇവർ എഴുതി വച്ചിരിക്കുന്നത്? ഇങ്ങനെ 47 യുദ്ധങ്ങൾ, യുദ്ധത്തിന്റെ ഓരോന്നിന്റെയും കഥ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ബദർ ഉൾപ്പെടെ കൊള്ള ചെയ്യാൻ വേണ്ടി വഴിയിൽ, കച്ചവട സംഘത്തെ കൊള്ള ചെയ്യാൻ വേണ്ടി വഴിയിൽ കാത്തു കെട്ടിക്കിടന്നിട്ട് അതില്ലാതായപ്പോഴാണ് ബദർ ഉണ്ടായതെന്നാണ് ഇവർ എഴുതി വെച്ചത്. അതൊക്കെ നമ്മൾ പിന്നീട് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇവരെഴുതി വെച്ച ഓരോ കള്ളങ്ങളെയും നാം തുറന്നു കാണിക്കണം. മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു മഹാനായ ഗുരുവിൻ്റെ, പ്രവാചകന്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, ക്യാരക്ടർ അസാസിനേഷൻ, പ്രവാചകന്റെ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി ഇവരെഴുതിയുണ്ടാക്കിയ കള്ളങ്ങൾ, പച്ചക്കള്ളങ്ങൾ, അത് മനസ്സിലാക്കിയാലേ ഈ വിവാഹത്തിന്റെ വിവാഹവീരൻ എന്ന കെട്ടുകഥ നമുക്ക് മനസ്സിലാവുള്ളൂ. അവിടെ കഴിഞ്ഞില്ല. ഈ 47 യുദ്ധങ്ങൾക്കിടയിലാണ് പ്രവാചകൻ കല്യാണം കഴിച്ചത്. എത്ര കല്യാണം കഴിച്ചു എന്നാണ് ഞാൻ പറയാം. 23 വിവാഹങ്ങൾ. ഞാൻ പറയുന്നത് ശൂന്യതയിൽ നിന്നല്ല. സീറ ഇബ്നു ഇസ്ഹാഖ് ഉൾപ്പെടെയുള്ള, തബരി ഉൾപ്പെടെയുള്ള കിതാബുകൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഖദീജയെ കൂടാതെ സൗദ, ആയിഷ, ഹഫ്സ, സഫിയ, ജുവൈരിയ, ഉമ്മു ഹബീബ, ഉമ്മു സലമ, പിന്നെ മൈമൂന, സൈനബ് ബിന്ത് ജഹ്ഷ് എന്നിങ്ങനെ തുടങ്ങി നമ്മൾ സാധാരണ പറയാറുള്ള ഭാര്യമാരില്ലേ, ആ ഭാര്യമാരെ കൂടാതെ ഇബ്നു ഇസ്ഹാഖ് എഴുതുന്നു. സീറ ഇബ്നു ഇസ്ഹാഖിൽ 267 പേജിൽ ഇബ്നു ഇസ്ഹാഖ് എഴുതുന്നു, അസ്മാ ബിന്ത് കഅബ് എന്ന ഒരു ഭാര്യയും അംറ ബിന്ത് യസീദ് എന്ന ഭാര്യയും ഉണ്ടായിരുന്നു. ഈ അംറ എന്ന ആൾക്ക് പിന്നെ മറ്റൊരു പേരും കൂടി ഉള്ളത് റൈഹാന എന്നാണ്. റൈഹാന ബിന്ത് യസീദ് എന്ന ഭാര്യയും അസ്മാ ബിന്ത് കഅബ് എന്ന ഭാര്യയും ഉണ്ടായിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസവ്വജ അസ്മാ ഇബ്നത്തി കഅബിൻ ലം യദ്ഖുൽ ബിഹാ ഹത്താ തല്ലഖഹ. വിവാഹം ചെയ്തു, പക്ഷേ അവർ ഒന്നിച്ച് ജീവിച്ചില്ല, തലാഖ് ചൊല്ലി. ഇബ്നു ഇസ്ഹാഖ് 267 പേജിൽ. അപ്പം വിവാഹം 14ആയി. വീണ്ടും പറയുന്നു, അതേ ഇബ്നു ഇസ്ഹാഖിൽ പറയുന്നു, വതസവ്വജ റൈഹാന ബിന്ത് യസീദ് ഇഹ്ദാ നിസാഇ ബനി കിലാബ് ഫതല്ലഖഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ല അൻ യദ്ഖുല ബിഹാ.
ബനു കൽബ് ഗോത്രത്തിലെ ഒരു സ്ത്രീയെ, റൈഹാന എന്ന സ്ത്രീയെ പ്രവാചകൻ വിവാഹം ചെയ്തു, 15-ാമത്തത്. പക്ഷേ അവരെയും പ്രവാചകൻ തലാക്ക് ചെല്ലുകയായിരുന്നു. അവരൊന്നിച്ച് ജീവിച്ചില്ല. കിട്ടുക, ഒഴിവാക്കുക. ഒരു രസം. ആരെക്കുറിച്ചാണ് പറയുന്നത്? മുഹമ്മദ് നബിയെ കുറിച്ച്. ആര് പറയുന്നു? ഇബ്നു ഇസ്ഹാഖ് പറയുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് സീറ കിതാബുകളിൽ ഏറ്റവും അഗ്രിമസ്ഥാനീയമായി കരുതുന്ന ഇബ്നു ഇസ്ഹാഖിൽ മുഹമ്മദ് നബിയെ കുറിച്ച് എഴുതി വെച്ചതാണ് ഞാൻ ഈ വായിക്കുന്നത്. പണ്ഡിതന്മാർ മറുപടി പറയണം. കഴിഞ്ഞില്ല. ഇബ്നു ഇസ്ഹാഖിൽ എഴുതുന്നു 268-ാമത്തെ പേജിൽ മറ്റൊന്ന് നിങ്ങൾ കേൾക്കണം. മുഹമ്മദ് നബിയുടെ വിവാഹത്തെക്കുറിച്ച് ഇവർ പറയുന്നത് നിങ്ങൾ അറിയണം, ലോകമറിയണം. ഇതൊക്കെയും പറയണ്ട എന്ന് കരുതി മാറ്റിവെച്ചതാണ്. പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ ഈ പുരോഹിത പരിഷകളുടെ കള്ളങ്ങളെക്കുറിച്ച് സമൂഹം ഇനിയും മനസ്സിലാക്കുകയില്ല എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇത് ഞാൻ അതിന്റെ ഇബാറത്ത് തന്നെ വായിക്കാം. തസവ്വജ റസൂലുള്ളാഹ്, പ്രവാചകൻ വിവാഹം ചെയ്തു, ഇംറഅത മിൻ ഗഫാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ. ഫദഖല ബിഹ, അങ്ങനെ പ്രവാചകൻ അവളുടെ റൂമിലേക്ക് പ്രവേശിച്ചു. ഫാമറഹ, വസ്ത്രമുരിയാൻ പ്രവാചകൻ കൽപ്പിച്ചു. വനസഅത്ത് സൗബഹ, അവളുടെ വസ്ത്രം അവൾ ഊരി. ഫറആ ബിഹാ ബയാദൻ മിൻ ബർസിൻ ഇൻദ സദീഹ, അവളുടെ മുലയുടെ താഴെ ഒരു വെള്ളപ്പാണ്ടിന്റെ വെളുത്ത അടയാളം പ്രവാചകൻ കണ്ടു. ഫൻമാസ, അങ്ങനെ പ്രവാചകൻ പിന്തിരിഞ്ഞു. വഖാല, എന്നിട്ട് റസൂൽ പറഞ്ഞു, ഖുദീ സൗബക്കി, നീ വസ്ത്രമൊക്കെ എടുത്ത് അണിയണം. വൽഹഖി ബി അഹ്ലിക്കി, നീ നിന്റെ വീട്ടിലേക്ക് പോകണം. വഅക്മല ലഹാ സിദാഖഹ, അങ്ങനെ അവൾക്ക് മഹർ കൊടുത്തിട്ട് പ്രവാചകൻ പറഞ്ഞയച്ചു. നിങ്ങൾ നോക്കണം, ആരെക്കുറിച്ച് ഇത് പറയുന്നത്? ഈ ലോകത്ത് വെള്ളപ്പാണ്ടുള്ളവരെയും കുഷ്ഠരോഗികളെയും മാരാരോഗികളെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി അള്ളാഹു അയച്ച ഒരു പ്രവാചകനെ കുറിച്ച് എഴുതി വച്ചിരിക്കുന്നു. ഈ അറബി തമ്പുരാക്കന്മാർ എന്താ എഴുതിയത്? ഗഫാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ പ്രവാചകൻ വിവാഹം ചെയ്തു. എന്നിട്ട് കയറിയിട്ട് വസ്ത്രയിക്കാൻ ഇത് ഇവിടെ തന്നെ ഉണ്ട്. വസ്ത്രയിക്കാൻ കൽപ്പിച്ചു എന്ന് പ്രവാചകൻ. ആരാ റസൂല്? ഇവരുടെ മുആവിയയുടെ, ഇവരുടെ രാജാക്കന്മാരുടെ ലൈംഗികമായ താല്പര്യങ്ങൾ പ്രവാചകന്റെ പേരിൽ എഴുതി വെക്കുന്നു. എന്നിട്ട് വസ്ത്രം അയക്കാൻ കൽപ്പിച്ചു. അവൾ വസ്ത്രം അയച്ചിട്ടു. ആരാ ഭർത്താവ്, ആരാണ് ഭാര്യ, എന്താണ് അവിടെ നടക്കേണ്ടത്? ഇതാണോ ഒരു ആദ്യ രാത്രിയിൽ ഉണ്ടാകേണ്ട സംഭവം? അങ്ങനെ അവൾ വസ്ത്രം അയച്ചിട്ടപ്പോൾ പ്രവാചകൻ കണ്ടു. അത് എവിടെ കണ്ടു? ഏറ്റവും വഷളായ തരത്തിൽ തന്നെ പ്രവാചകനെ പറയണം. അതുകൊണ്ട് മുലയുടെ താഴെ വെള്ളപ്പാണ്ടിന്റെ അടയാളം കണ്ടു എന്ന്. എന്നിട്ടോ റസൂല് പറയുന്നു, വസ്ത്രമൊക്കെ ഇട്ടിട്ട് പോയിക്കോ, വീട്ടിലേക്ക് പോയിക്കോ. എന്താ ആ പെണ്ണ് ചെയ്ത തെറ്റ്? വെള്ളപ്പാണ്ട്. അപ്പൊ ഇത് ആരുടെ റസൂലാ? ഇത് എന്ത് റസൂലാ? ഇത് മാന്യനായ ഒരു വ്യക്തിക്ക് ചേർന്നതാണോ ഇത്? 16-ാമത്തെ വിവാഹത്തെ കുറിച്ച് പറയുന്നത്. 16-ാമത്തെ വിവാഹം. ഇങ്ങനെ പ്രവാചകന്റെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്ത്, അതിനെ ഇല്ലായ്മ ചെയ്ത്, തേജോവധം ചെയ്ത് പ്രവാചകൻ കൊള്ളാത്ത. നിങ്ങൾ നോക്കൂ, ഇത്രയും മോശക്കാരനായ ഒരു വ്യക്തിത്വത്തെ ലോകത്ത് മറ്റൊരാളിൽ കാണാൻ പറ്റുമോ? ഇത്രയും മോശക്കാരനായ വ്യക്തിത്വം അങ്ങനെ ആക്കി തീർക്കലിന് മുആവിയയുടെ ലക്ഷ്യം. കാരണം അവന്റെ തറവാട്ടിൽ നിന്ന് വന്നതല്ല റസൂൽ. ഇതാണ് മുആവിയയുടെ പ്രശ്നം. എന്താണ്? മുഹമ്മദ് നമ്മുടെ തറവാട്ടുകാരനല്ല, അമവിയല്ല, ഹാഷിമിയാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ തേജോവധം ചെയ്യാമോ അങ്ങനെയൊക്കെ റസൂലുള്ളാഹിനെ തേജോവധം ചെയ്ത് എഴുതി വെച്ചു. ഇബ്നു ഇസ്ഹാഖിൽ ഇതില്ലാന്ന് നിങ്ങൾ പറ. 268-ാമത്തെ പേജിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലാന്ന് നിങ്ങൾ പറ. ഇതല്ലേ പ്രവാചകന്റെ വിവാഹത്തെ കുറിച്ച് പറയുന്നത്? തീർന്നില്ല, ഇനിയും ഞാൻ പറയാം. 17-ാമത് വിവാഹം. പ്രവാചകൻ ഒരിക്കൽ ഒരു സ്ത്രീയോട് ചോദിച്ചു. പ്രവാചകന്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ നിന്നെ വിവാഹം ചെയ്യുന്ന എനിക്ക് ഇഷ്ടമാണോ? ഫഖാലത്ത്, അവൾ പറഞ്ഞു, അഊദു ബില്ലാഹി മിൻക, എനിക്ക് പറ്റൂല, ഞങ്ങളെ അള്ളാഹുവിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു. അപ്പം നബി ഒഴിവാക്കി. നോക്കൂ നിങ്ങൾ, ഇത്രയൊക്കെ കല്യാണം കഴിച്ചിട്ടും പോരാഞ്ഞിട്ട് പിന്നെയും പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുന്നു മുഹമ്മദ് നബി. ആരാണ് റസൂലിനെ ചീത്ത പറയുന്നത്? ആരാണ് റസൂലിനെ കളവാക്കുന്നത്? നിങ്ങളുടെ പള്ളികളിൽ, ദർസുകളിൽ, അറബി കോളേജുകളിൽ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധമാക്കപ്പെട്ട പുണ്യ കിതാബുകളെ കുറിച്ച് ഞാൻ പറയുന്നത്. ആ കിതാബുകളിലെ ഇബാറത്താണ് ഞാൻ പറയുന്നത്. ഇനിയും തീർന്നില്ല. ഇനിയും പ്രവാചകൻ ഒരിക്കൽ നല്ലറ റസൂലുള്ളാഹ്, സ്വന്തം എളാപ്പന്റെ മോള്, അബ്ബാസിന്റെ മോള്, നല്ലറ റസൂലുള്ളാഹി ഇബ്നത്തി അബ്ബാസിൻ വഹിയ ബൈന യദൈഹി, ഒരു കുഞ്ഞു കുട്ടിയെയും എടുത്തിട്ട് അബ്ബാസ് വന്നപ്പോൾ പ്രവാചകൻ ആ കുട്ടിയെ ഇങ്ങനെ നോക്കി. ചെറിയ എടുക്കുന്ന പ്രായം എത്രയായിരിക്കും എന്നറിയാലോ. എന്നിട്ട് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞു. ഇബ്നു ഇസ്ഹാഖ് വായിക്കുകയാണ്.
ഇത് തസ്ലീമ നസ്രിൻ എഴുതിയതല്ല, ഇബ്നു ഇസ്ഹാഖാണ്. എന്നിട്ട് ഈ കുഞ്ഞു കുട്ടിയെയും തോളത്തിരുത്തി വന്നിട്ട് പ്രവാചകന്റെ മുന്നിൽ വന്നപ്പോൾ ആ കുട്ടി ഇങ്ങനെ നോക്കി. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ലഇം ബലഗത് ഹാദിഹി, ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായാൽ, വഅന ഹയ്യൻ, അന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ലഅതസവ്വജന്നഹ, ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിക്കും, ഞാൻ ആ കുട്ടിയെ കല്യാണം കഴിക്കും. ഈ തോളത്തിരുത്തി വന്ന കുട്ടിയെ നോക്കിയിട്ട് പ്രവാചകൻ പറയുന്നു, എന്ത് തരം മാനസിക വൈകൃതമാണിത്? എന്നിട്ട് പറയുന്നു, ഫഖുബില റസൂലുള്ളാഹി ഖബ്ല അൻ തബ്ലുഗ, ആ കുട്ടിക്ക് ഭാഗ്യത്തിന് ആ കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മുഹമ്മദ് നബി മരിച്ചുപോയി. 268 പേജ് ഇബ്നു ഇസ്ഹാഖ്. നിങ്ങൾ പറ, ഇതില്ല എന്ന് പറ. പ്രവാചകനെ കുറിച്ച് ഓരോന്നോരോന്ന് എഴുതി വച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ സത്യം പറയുമ്പോൾ പ്രവാചകനെ അധിക്ഷേപിക്കുന്നു എന്ന് നമ്മളോട് ഇങ്ങോട്ട് പറയുന്നു അല്ലേ? ആരധിക്ഷേപിക്കുന്നു? വലിയ വായിൽ വർത്തമാനം പറയാതെ മറുപടി പറയണം. ഇതൊന്നും ഇബ്നു ഇസ്ഹാഖിലില്ല, ഇതൊന്നും കിതാബിലില്ല, മുസ്തഫ മൗലവി കള്ളം പറയുകയാണെന്ന് പറയും നിങ്ങൾ. എന്നിട്ട് ബാക്കി വർത്തമാനം പറയാം. ഇതും കഴിഞ്ഞില്ല, ഇത്രയും കഴിഞ്ഞില്ല, 17 ആയിട്ടുള്ളൂ. 18 മുതൽ അങ്ങോട്ട് നിങ്ങൾ നോക്കണം. 18 മുതൽ 18 ഉമ്മു ശരീഖ് എന്ന് പറയുന്ന ഒരു സ്ത്രീ പ്രവാചകനോട് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ എന്നെ നിങ്ങൾ എടുക്കണം. പ്രവാചകൻ എടുത്തു. എന്നിട്ട് പ്രവാചകൻ അവളുമായിട്ട് മഹർ കൊടുക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഉമ്മു ശരീഖ്. 269 പേജ് പറയേ, എന്താണ് മഹർ കൊടുക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വിഭജിച്ചു എന്നല്ലേ മുഹമ്മദ് നബിയെ കുറിച്ച് എഴുതി വെക്കുന്നത്. എന്നിട്ട് പ്രവാചകനെ മറ്റുള്ളവർ കളിയാക്കുന്നു, പ്രവാചകനെ മറ്റുള്ളവർ പരിഹസിക്കുന്നു, പ്രവാചകന്റെ വ്യക്തിത്വത്തെ മറ്റുള്ളവർ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇബ്നു ഇസ്ഹാഖ് വായിച്ചിട്ടാണ് പ്രവാചകനെ കുറിച്ച് ഇത് പറയുന്നത്. മറ്റ് കിതാബുകൾ വായിച്ചിട്ടാണ്. ഈ കിതാബുകളിലുള്ള കാര്യങ്ങൾ മാത്രമേ പ്രവാചകനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നുള്ളൂ. ഈ കിതാബല്ലേ ഇന്നും മെഹ്റാബിന്റെ ചോട്ടിൽ വെച്ചിട്ട് ഉസ്താദ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? ഇതല്ലേ അറബി കോളേജിൽ പഠിപ്പിക്കുന്നത്? ഇതല്ലേ പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാക്കുന്നത്? ആയിഷ ബീവി ഒരിക്കൽ പറഞ്ഞു, അമാ തസ്തഹിൽ മർഅതു അൻ തഹബ നഫ്സഹാ ബിഗൈരി സദാഖിൻ, മഹർ പോലും വാങ്ങാതെ പ്രവാചകന്റെ മുന്നിൽ സ്ത്രീകൾ ശരീരം കൊടുക്കുന്നു എന്ന് പറഞ്ഞ അതിനേക്കാളും വലിയ നാണക്കേട് എന്താണുള്ളത് എന്ന് ആയിഷ ബീവി പറഞ്ഞു അത്രേ. പെണ്ണുങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് പ്രവാചകന് ശരീരം കൊടുക്കാൻ. പ്രവാചകൻ അതൊക്കെ ചിലത് സ്വീകരിക്കും, ചിലത് സ്വീകരിക്കൂല, എഴുതി വച്ചിരിക്കുന്നു. ചിലരെ പ്രവാചകൻ സ്വീകരിക്കും, ചിലരെ പ്രവാചകൻ സ്വീകരിക്കൂല. ആരാ റസൂല്? എന്ത് മാതൃകയാണുള്ളത്? നിങ്ങൾ അവതരിപ്പിക്കുന്ന മുഹമ്മദ് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മുഹമ്മദാണ്, ഏറ്റവും വൃത്തികെട്ട മനുഷ്യനാണ്. നിങ്ങൾ അവതരിപ്പിക്കുന്ന മുഹമ്മദ് ലോകത്തിനൊരു മാതൃകയുമില്ലാത്ത ഒരു മനുഷ്യനാണ്. നിങ്ങൾ അവതരിപ്പിക്കുന്ന മുഹമ്മദ് ഈ ലോകത്ത് പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ ഖുർആൻ അവതരിപ്പിക്കുന്ന മുഹമ്മദ് അതല്ല. നിങ്ങൾ അവതരിപ്പിക്കുന്ന മുഹമ്മദ് മുആവിയ ഉണ്ടാക്കിയ വ്യാജ നിർമ്മിതിയാണ്. ഖുർആൻ പറയുന്ന മുഹമ്മദാണ് ശരിയായ മുഹമ്മദ്, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. ഞാനിവിടെ ഓതി വെച്ച ആയത്തില്ലേ, ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമ, ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമ. ഇതൊക്കെ പുറമെ, ഇതൊക്കെ ഔദ്യോഗികമായ കല്യാണങ്ങൾ, പിന്നെ ശരീരം കൊടുക്കാൻ വന്ന സ്ത്രീകൾ, ഇതിനൊക്കെ പുറമെ പിന്നെ എന്താണ്? പിന്നെ അടിമകളും വെപ്പാട്ടികൾ വേറെയും. 19ാമത്തത് റൈഹാന ഇബ്നത്ത് അംർ എന്ന് പറയുന്ന ഒരു വെപ്പാട്ടി ഉണ്ടത്രേ. പിന്നെ മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന ആളും വെപ്പാട്ടിയാണത്രേ. അവരുമായിട്ട് പ്രവാചകൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ ചില്ലറ ഏർപ്പെടലൊന്നുമല്ല. ഭാര്യ സ്വന്തം വീട്ടിൽ സൽക്കാരത്തിന് പോയപ്പോൾ ഇവിടെ വെച്ചിട്ട് പ്രവാചകൻ മോശമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. സമയാകുന്നതിന് മുമ്പ് ഭാര്യ വന്നപ്പോൾ കയ്യോടെ പിടികൂടി, സീനായി, പ്രശ്നമായി. എഴുതി വച്ചിരിക്കുന്നു കിതാബുകളിൽ. മുഹമ്മദ് നബിയെ കുറിച്ച് ആരാണ് കൂട്ടരെ പ്രവാചകനെ അപഹസിക്കുന്നത്? ആരാണ് പ്രവാചകനെ? നിങ്ങൾ പോകൂ പള്ളികളിലേക്ക്, മെഹ്റാബിൽ അടുക്കി വെച്ചിരിക്കുന്ന ഈ വൃത്തികെട്ട കിതാബുകൾ എടുത്ത് കത്തിച്ചു കളയൂ, എന്നിട്ട് പ്രവാചകനെ കുറിച്ച് പറയൂ. മുഹമ്മദ് നബിയെ കുറിച്ച് പറയുന്ന ഈ വൃത്തികേടുകൾ മുഴുവനും എഴുതി വച്ചിരിക്കുന്നത് മെഹ്റാബിനുള്ളിലുള്ള വിശുദ്ധ പുസ്തകങ്ങളിലാണ്. ഈ തലേക്കെട്ടുകാർ ഇപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്ന, താടിക്കാര് പഠിപ്പിച്ചു കൊടുക്കുന്ന കിതാബുകളിലാണുള്ളത്. എന്നിട്ട് പ്രവാചകനോട് സ്നേഹം വിളമ്പുന്നു അല്ലേ? ഈ കിതാബുകളിലൊക്കെയും ആരൊക്കെ? റൈഹാന ബിന്തി യസീദ് സുബുലുൽ ഹുദ എന്ന കിതാബിൽ പറയുന്നു. പിന്നെ റൈഹാന ബിന്തി യസീദ് നസ്രാനിയ,
ക്രിസ്ത്യാനിയായ റൈഹാന പ്രവാചകന്റെ വെപ്പാട്ടിയായിരുന്നു. വെപ്പാട്ടി ഇത്രയൊന്നും പോരാഞ്ഞിട്ട് ദഖല ബിഹ അൻ ഹാലത്ത് ഫീ ബൈത്തി ഉമ്മുൽ മുൻദിർ. ഈ റൈഹാനയുമായി ബന്ധപ്പെട്ട നല്ലൊരു വേറെ വിശദീകരണമുണ്ട്. പ്രവാചകൻ ഈ റൈഹാനയെ കിട്ടിയപ്പോൾ ഉമ്മുൽ മുൻദിർ എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിൽ പ്രവാചകൻ അവളെയും കൊണ്ട് കയറി. എന്നിട്ട് അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഫതല്ലഖഹ, അത് കഴിഞ്ഞിട്ട് അവൾ ഒഴിവാക്കി. അപ്പോൾ അവൾ ഫാക്സറത്തിൽ ബുക്കാവു, അവൾ കരഞ്ഞു, ബഹളം വെച്ച് കരഞ്ഞു. അപ്പോൾ ഫറാജാഹ, അവളെ തിരിച്ചെടുത്തു. നിങ്ങൾ നോക്കണം എന്തൊക്കെ നടപടികളാണ്, എന്തൊക്കെ നിലപാടുകളാണ് പ്രവാചകനെ കുറിച്ച്. പ്രവാചകൻ ഇതൊന്നും കൂടാതെ 22ാമത്തെ ഭാര്യ അൽ കിന്ദി, 23ാമത്തത് ആലിയ, ഇവരൊക്കെയും പ്രവാചകന്റെ ഭാര്യമാരോ വെപ്പാട്ടികളോ പ്രവാചകൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീകളോ ആയിട്ട് ഈ വിശുദ്ധ കിതാബുകളൊക്കെയും എഴുതി വച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ പറയൂ, ഈ വിവാഹങ്ങളൊക്കെ ഉണ്ട് എന്നാണോ നമ്മൾ പറയേണ്ടത്? ഈ വിവാഹങ്ങളൊക്കെ നടന്നു എന്നാണോ പറയേണ്ടത്? ഈ വിവാഹങ്ങളിലൊക്കെ മാതൃകയുണ്ടെന്നാണോ പറയേണ്ടത്? സത്യം പറയുമ്പോൾ കൊഞ്ഞനം കുത്തുന്നോ? നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇഷ്ടം പോലെ കെട്ടി നടക്കാൻ, ഇഷ്ടം പോലെ ഈ നാട്ടിൽ സ്ത്രീകളെ അടിച്ചമർത്താൻ, ഇഷ്ടം പോലെ വെപ്പാട്ടികളെ വെക്കാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ ഈ കള്ളക്കഥകളിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാക്കിയ ശരീഅത്ത് വേണം. ആ ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലേ പറ്റുള്ളൂ. ധാർമ്മികമായി ജീവിക്കാൻ ഈ മുഹമ്മദ് നബി കൊള്ളൂല, ഈ പറഞ്ഞ മുഹമ്മദ് നബി കൊള്ളൂല. ഒരു മനുഷ്യൻ, നിങ്ങൾ നോക്കൂ, ഒരു മാന്യനായ വ്യക്തി ഈ പറയപ്പെട്ട മുഹമ്മദ് നബി അംഗീകരിച്ച് മുന്നോട്ട് ആ മുഹമ്മദ് നബി ജീവിച്ചതുപോലെ ജീവിക്കാനൊക്കെ ഏറ്റവും വഷളായ ജീവിതമല്ലേ? ഈ കിതാബ് നോക്കിയിട്ട് മുഹമ്മദ് നബി ജീവിച്ചതുപോലെ ജീവിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും മോശക്കാരൻ അയാളായിരിക്കും. 10-25 കല്യാണം കഴിച്ച് കുറേ വെപ്പാട്ടികളെ വെച്ച് മുന്നിൽ വരുന്ന സ്ത്രീകളെയൊക്കെ ഉപയോഗിച്ച് ചെറിയ ഒക്കത്തിരിക്കുന്ന കുട്ടിയെ പോലും പറ്റുമെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരാളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതല്ലേ കിതാബിലുള്ളത്? ഈ കിതാബ് അനുസരിച്ചല്ലേ? അപ്പോൾ ഏറ്റവും മോശക്കാരനായ വ്യക്തിയാക്കി പ്രവാചകനെ കാണിക്കുന്നതിന് വേണ്ടി ഇവരെഴുതി വെച്ച കിതാബുകളിലുള്ള കാര്യങ്ങൾ അത് കള്ളമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ആ കള്ളങ്ങളിൽ ഒരു കള്ളമാണ് ആയിഷ ബീവിയുടെ വിവാഹം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ആയിഷ ബീവിയുടെ പ്രായം 6 അല്ല 18 എന്ന് പറഞ്ഞ മാതൃകയാവോ? 52 വയസ്സുള്ള വ്യക്തി 18 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിക്കുന്നത് മാതൃകയാണോ? 5 കൊല്ലം കഴിഞ്ഞാൽ ഇദ്ദേഹം വൃദ്ധനല്ലേ? ഈ സ്ത്രീയുടെ ആരോഗ്യവും മറ്റുമൊക്കെ യുവത്വത്തിലേക്ക് കടക്കുകയല്ലേ ചെയ്യുന്നത്? അത് നീതിയാണോ? നീതിയുടെ പ്രവാചകൻ, കാരുണ്യത്തിൻ്റെ പ്രവാചകൻ, സമത്വത്തിൻ്റെ പ്രവാചകൻ, മാതൃകായോഗ്യമായ ജീവിതത്തിൻ്റെ ഉടമയായ പ്രവാചകൻ 52 വയസ്സുള്ളപ്പോൾ തൻ്റെ മകളുടെ പ്രായമില്ലാത്ത ഒരു കുട്ടിയെ കല്യാണം കഴിക്കുമെന്ന് പറയുന്നത് നീതിയാണോ? അത് ശരിയാണോ? ശരിയല്ല. മനസാക്ഷി, സകലരുടെ മനസാക്ഷിയും പറയും ശരിയല്ല. പിന്നെയോ കിതാബിലുള്ളത് കൊണ്ട് വിശ്വസിച്ച് പോവുകയാണ്. 18 വയസ്സാണെങ്കിലും ആയിഷ ബീവി റസൂൽ കല്യാണം കഴിക്കാൻ പാടില്ല. കല്യാണം കഴിച്ചിട്ടില്ല. മാതൃകായോഗ്യനാണ് മുഹമ്മദ് എന്ന് ഖുർആൻ പറയുന്നു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും ഉത്തമമായ മാതൃക. എന്ന് പറയാൻ പറ്റിയ ഒരു വർത്താനവും ഒരു പ്രവൃത്തിയും റസൂലിന്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല. അതാണ് റസൂൽ. ഞങ്ങൾ വിശ്വസിക്കുന്ന റസൂൽ അതാണ്. പരിശുദ്ധനായ വ്യക്തി, പരിശുദ്ധമായ വ്യക്തിത്വം, ഒരു കറയുമില്ലാത്ത കളങ്കവുമില്ലാത്ത ലോകത്തിലെ ഏറ്റവും പൂർണ്ണനായ മനുഷ്യൻ, അൽ ഇൻസാനുൽ കാമിൽ. ഏത് ഭാഗത്തൂടെ നോക്കിയാലും, ഏത് ഡയമെൻഷനിൽ വീക്ഷിച്ചാലും, എങ്ങനെയൊക്കെ വിലയിരുത്തിയാലും ഒരു കറകളുമില്ലാത്ത പൂർണ്ണ ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയായ മുഹമ്മദ്, പൂർണ്ണ മനുഷ്യൻ, ഒരു കളങ്കവും ഇല്ലാത്തയാള്. അതാണ് ഖുർആൻ മുന്നോട്ട് വെച്ച മുഹമ്മദ് നബി. ആ മുഹമ്മദ് നബി 52 വയസ്സുണ്ടാകുമ്പോൾ 18 വയസ്സുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കൂല. കല്യാണം കഴിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് മുഹമ്മദ് നബി അറിയില്ല, ഖുർആനിനെ അറിയില്ല. അവരുടെ ഈമാനിൽ തകരാറുണ്ട്, അവരുടെ കാഴ്ചപ്പാടിൽ പ്രശ്നമുണ്ട്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ആയിഷ ബീവി പ്രവാചകന്റെ ശിഷ്യയാണ്. അപ്പൊ ശിഷ്യയാണെന്ന് പറയുമ്പോൾ ഇവർക്ക് വലിയ പ്രശ്നം എന്താ? ശിഷ്യ എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കുന്നയാൾ, ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുന്നയാൾ. മുഹമ്മദ് നബി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പള്ളിയിൽ ഉസ്താദല്ല, കണ്ടാൽ കാമുണ്ടാകുന്ന ആളല്ല, മഹാഗുരുവാണ്. ഈശ്വര സാക്ഷാത്കാരം നേടിയ ഹെറാ ഗുഹയിൽ വെച്ച് ഈശ്വര സാക്ഷാത്കാരം, സത്യദർശനം സാധിച്ച മഹാഗുരുവിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവൂല.
കാശ് വാങ്ങി ദീനിനെ വെക്കുന്ന മുല്ലമാർക്ക് മനസ്സിലാവൂല, താടിയുടെ ഇഞ്ചളക്കുന്നവർക്ക് മനസ്സിലാവൂല, മുഹമ്മദ് ആരാണെന്ന് മനസ്സിലാവൂല. ഈ ലോകത്തിൻ്റെ പ്രകാശമാണ്, സകല പ്രകാശങ്ങൾക്കും പ്രകാശം നൽകുന്ന, സകല പ്രകാശങ്ങൾക്കും ആധാരമായ അടിസ്ഥാന പ്രകാശത്തിൻ്റെ പേരാണ് നൂറെ മുഹമ്മദ്. ആ മുഹമ്മദിനെ മനസ്സിലാക്കാൻ കിതാബ് പറ്റൂല, ഖുർആൻ വേണം. സമ്പൂർണ്ണ വ്യക്തിത്വത്തിൻ്റെ ഉടമ ആ മുഹമ്മദ് 18 വയസ്സുള്ള കുട്ടിയെ 52 വയസ്സുള്ളപ്പോൾ കല്യാണം കഴിക്കൂല. എല്ലാ വികാരങ്ങളെയും അതിജയിച്ച, എല്ലാ മോഹങ്ങളെയും അതിജയിച്ച, എല്ലാ ആഗ്രഹങ്ങൾക്ക് മുകളിലും കയറിയിരിക്കാൻ സാധിക്കുന്ന, എല്ലാ ഭൗതികമായ താല്പര്യങ്ങളുടെയും ഉപരിയായി ജീവിക്കുന്ന ഒരു ആകാശവിധാനത്തിൻ്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനസ്സിലാക്കാൻ ഭൗതിക പ്രമത്തരായ പുരോഹിതന്മാർക്ക് മനസ്സിലാകൂല, അങ്ങനെ എഴുതി ഉണ്ടാക്കിയ കിതാബുകൾക്കും മനസ്സിലാകൂല. അത് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കണം. അള്ളാഹു പ്രവാചകനെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദുൽ കൗനൈൻ محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദര സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ്. 2-3 കാര്യങ്ങൾ ഉണർത്താനുള്ളത്. ഒന്ന്, നമ്മുടെ കുട്ടികളുടെ ക്യാമ്പ് തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. 8ാം തരം മുതൽ +2 വരെയുള്ള മക്കൾക്കായി, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി അകമ്പൊരുളിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ക്യാമ്പാണത്. ആധ്യാത്മികത, ധാർമ്മികത, മൂല്യബോധം, പ്രവാചകൻ, മഹാജ്ഞാനികൾ, ഗുരുക്കന്മാർ ഒക്കെ കുട്ടികൾക്ക് അനുഭവപ്പെടുന്ന വിധത്തിൽ സജ്ജീകരിക്കുന്ന ഒരു ക്ലാസ്സാണത്. രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ആരുടെയെങ്കിലും മക്കളോ പരിചയക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് സജസ്റ്റ് ചെയ്യണം. നാമമാത്രമായ ഫീസാണ് വാങ്ങുന്നത്. റെസിഡൻഷ്യൽ ക്യാമ്പാണ്, താമസിക്കാനുള്ള സൗകര്യമുണ്ട്. കുട്ടികൾക്ക് കളിച്ചും പഠിച്ചും ഈ ആധ്യാത്മികതയുടെ ലോകത്ത് ഒരാഴ്ച നിറവോടെ ജീവിക്കാൻ കഴിയുന്ന വിധമാണത് സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് അയക്കണം. മറ്റൊന്നുള്ളത്, കഴിഞ്ഞ ദിവസം കശ്മീരിൽ നമ്മുടെ സഹോദരങ്ങളിൽ ചില ആളുകൾ, മതഭ്രാന്ത് മൂത്ത ചില ആളുകളുടെ ക്രൂരതയാൽ കൊല്ലപ്പെട്ടു. തീർച്ചയായും എല്ലാ അർത്ഥത്തിലും അപലപിക്കേണ്ടുന്ന ഒരു കാര്യമാണത്. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ആ അക്രമത്തിൽ പങ്കെടുത്ത അക്രമികളെ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് വിശേഷിപ്പിച്ചത് കേൾക്കാനിടയായി. അപ്പോൾ കൃത്യമാണ് ആരാണിതിന് പിന്നിലുള്ളതെന്ന്. ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ, ഇന്ത്യക്കാർക്കിടയിൽ വർഗീയമായ ചേരിതിരിവുകളുണ്ടാക്കാൻ, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയെ പുറകോട്ട് നയിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്ന കളികളാണിത്. മതത്തെ മറയാക്കുകയാണ്. തീർച്ചയായും ദുഃഖത്തോടെയാണ് നമ്മളിത് പറയുന്നത്. മതത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുക എന്നതിനേക്കാൾ ഭീകരമായ ഒന്നില്ല. മനുഷ്യന് ശാന്തിയും സമാധാനവും നൽകാനാണ് മതങ്ങൾ ഉണ്ടായത്. ആ മതത്തിൻ്റെ പേരിൽ തന്നെ മനുഷ്യൻ്റെ തലയറുക്കപ്പെടുന്നു, ഇല്ലായ്മ ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ
മതങ്ങളില്ലാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന നല്ല മനുഷ്യരുണ്ട് എന്ന് ഓർത്തു പോവുകയാണ്. അത്രയെങ്കിലും കാലുഷ്യങ്ങൾ കുറഞ്ഞു കിട്ടുമല്ലോ എന്നാണ് അവരൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും മതത്തിൻ്റെ മേലാളന്മാർ ഉണർന്ന് വലിയ വായിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നതിനപ്പുറത്ത് മറ്റുള്ള മതത്തെയും മതങ്ങളെയും മറ്റുള്ള ദർശനങ്ങളെയും മറ്റുള്ള കിതാബുകളെയും ആചാര്യന്മാരെയും എല്ലാം സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ തങ്ങളുടെ സിലബസിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കണം. തങ്ങളുടേത് മാത്രം ശരിയെന്ന് പഠിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ടാണിത് സംഭവിക്കുന്നത്. തങ്ങളുടേത് മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റ്, ബാക്കിയെല്ലാം കൊല്ലപ്പെടേണ്ടവർ, കാഫറുകൾ, മോശക്കാർ. ഇത് വളർന്നൊരു രോഗമായി മാറുകയാണ്. എല്ലാ മതത്തിലും പ്രശ്നങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ മതത്തെക്കുറിച്ചല്ലേ പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ മതത്തെ കൈകാര്യം ചെയ്യുന്ന മതമേധാവികളും മേലാളന്മാരുമെല്ലാം തങ്ങളുടെ പാഠപുസ്തകങ്ങളിൽ, മദ്രസ മുതലുള്ള പുസ്തകങ്ങളിൽ മറ്റ് മതങ്ങളെക്കുറിച്ചും മറ്റ് മതങ്ങളുടെ ആചാര്യന്മാരെക്കുറിച്ചും അവരുടെ കിതാബുകളെക്കുറിച്ചുമെല്ലാം ആദരപൂർവ്വം ഉൾക്കൊള്ളാനും അത് കാണാനും അതിനെ സ്നേഹിക്കാനും കഴിയുന്ന വിധത്തിലുള്ള പാഠഭാഗങ്ങൾ ചേർക്കണം. യേശുവിനെ പഠിപ്പിക്കുന്ന മദ്രസ, നാരായണ ഗുരുവിനെ പഠിപ്പിക്കുന്ന മദ്രസ, ഭഗവത്ഗീതയെക്കുറിച്ച് പഠിപ്പിക്കുന്ന മദ്രസ, ഒരധ്യായം ചേർത്ത് നോക്ക്, വലിയ മാറ്റങ്ങളുണ്ടാകും. മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പോയി ബിരിയാണി എന്നിട്ട് പോയാൽ പോരാ, കാതലായ മാറ്റങ്ങൾ അടിസ്ഥാനം മുതൽ തുടങ്ങണം. അങ്ങനെ തുടങ്ങുമ്പോഴേ ഇവിടെ ഈ കാലുഷ്യങ്ങൾക്ക് അറുതി വരികയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകും, അപലപിക്കും, പിന്നെയും സംഭവിക്കും, ഞങ്ങളല്ലേ എന്ന് നിലവിളിക്കും, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക. അതിനാൽ അവിടെ മരിച്ചു വീണ ആ ആളുകളുടെ കുടുംബങ്ങളോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് അള്ളാഹു ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത് പറയാനുള്ളത്, മാർപ്പാപ്പ കാലം ചെയ്തു. ഒരു പക്ഷേ നമ്മുടെ കാലത്ത് അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്ന വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ക്രിസ്തു മതത്തിൽ മാത്രമല്ല എല്ലാ മതങ്ങളിലും രക്ഷാകര മാർഗമുണ്ടെന്ന്, എല്ലാ മതങ്ങളും ആദരിക്കപ്പെടേണ്ടതാണെന്ന്, എല്ലാ വേദങ്ങളിലും സത്യമുണ്ടെന്ന് ലോകത്തോട് ഉദ്ഘോഷിച്ച മഹാനായ ഒരാളായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം കാലം ചെയ്തപ്പോൾ ഒരു വലിയ വിടവ് യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. മാർപ്പാപ്പയ്ക്ക് അള്ളാഹു മാർപ്പാപ്പയെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.